Hi friends, welcome back to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പുഡിംഗ് ആണ്. ഗുലാബ് ജാമുൻ കസ്റ്റർഡ് പുഡിംഗ്. നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ഗുലാബ് ജാമുൻ. അതുപോലെ തന്നെ കസ്റ്റർഡും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ഉള്ളൊരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഡെസേർട്ട് നിങ്ങൾക്ക് പുഡിംഗ് ആയിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രൂട്ട് സലാഡൊക്കെ സെർവ് ചെയ്യുന്നത് പോലെ തിന്നായിട്ടുള്ള കസ്റ്റർഡ് ഉണ്ടാക്കിയിട്ടും സെർവ് ചെയ്യാം. ഞാനിപ്പോൾ പുഡിങ്ങിൻ്റെ രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ നിഡോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് 250 ml ഒരു കപ്പാണ് കേട്ടോ. പിന്നെ ഇത് 3.5 ടേബിൾ സ്പൂണ് മൈദയാണ്. 3.5 ടേബിൾ സ്പൂൺ മാത്രം അളന്നെടുക്കുക. ഒരു കപ്പ് പാൽപ്പൊടിയിലേക്ക് 3.5 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ഉള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര്. അത് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കട്ടിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണും കൂടി കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യ്. അത് മെൽറ്റ് ആക്കാത്ത നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ബേക്കിംഗ് സോഡയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 1/4 ടീസ്പൂൺ മാത്രം എടുത്താൽ മതി. രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഗുലാബ് ജാമുൻ്റെ ബോൾസ് റെഡിയാക്കാനുള്ള ചേരുവകൾ. അപ്പം കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഉപ്പും പിന്നെ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഗുലാബ് ജാമുൻ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ അതിൽ കട്ടയൊന്നും കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഏറ്റവും ബെസ്റ്റാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാക്സിമം ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് തൈരും നെയ്യും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഈ ഡ്രൈ ആയിട്ടുള്ള ചേരുവകളിലേക്ക് നമ്മൾക്കിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്കിത് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നത്. ഇപ്പോൾ തൈരും നെയ്യും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലോർ മിക്സ്ചറിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ ഗുലാബ് ജാമുൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വോയിസ് ഇല്ല എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലരൊക്കെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മലയാളത്തിലുള്ള ഗുലാബ് ജാമുൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പോസ്റ്റ് ഒരേപോലെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഈ ഗുലാബ് ജാമുൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്താലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുന് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് നല്ല സ്റ്റിക്കി ആയിട്ടുള്ളൊരു മാവായിട്ടുണ്ടാവും. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന പരുവാവും. പക്ഷേ അത് കുഴപ്പമില്ല. ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ ആ സ്റ്റിക്കിനെസ് ഒക്കെ പോകും. പിന്നെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ അത് കുഴച്ചെടുക്കുമ്പോൾ നമുക്കിത് കൂടുതൽ ഡ്രൈ ആണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഫസ്റ്റ് കുഴയ്ക്കുമ്പോൾ അതെങ്ങനെയായാലും ഡ്രൈ ആയിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് അറിയുള്ളൂ അത് എത്രത്തോളം സോഫ്റ്റ് ആയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഫൈനലായിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ മാവ് റെഡിയായി. നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതുവരെ ഇത് കവർ ചെയ്ത് അവിടെ ഇരിക്കട്ടെ. കൂടുതൽ നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഷുഗർ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്താണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ 1.5 കപ്പ് പഞ്ചസാരയ്ക്ക് നമുക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. 2 കപ്പ് നല്ല കറക്റ്റ് മെഷറായിട്ട് എടുക്കാൻ ശ്രദ്ധിക്കാം. നമ്മൾ കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ പാനി കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് 1.5 കപ്പിന് 2 കപ്പ് വെള്ളം എന്ന്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ് 1 ടീസ്പൂണ്. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്. അപ്പോൾ നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഞ്ചസാരയും വെള്ളവും കൂടി ചേർത്തിട്ട് അത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്.
ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച ശേഷം നമുക്കിതിലേക്ക് ഏലക്ക ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം വളരെ കുറച്ച് വെച്ച ശേഷം ഒരു 8 മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് കുറച്ച് എടുത്ത ശേഷം ഇതുപോലെ 2 ഫിംഗറിൻ്റെ ഇടയിലും വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിക്കുന്ന രീതി മതി. അതായത് ഒരു നൂൽ പരുവോ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ആ പരുവം ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരുപാട് നേരമൊന്നും നമ്മൾക്ക് ഷുഗർ സിറപ്പ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നൂൽ പരുവം ആവേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് ഹാഫ് സ്ട്രിങ് അല്ലെങ്കിൽ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഗുലാബ് ജാമുന് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഗുലാബ് ജാമുൻ്റെ ബോൾസ് റെഡിയാക്കാനുള്ള മാവാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചത്. പിന്നെ ബോൾസ് റെഡിയാക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യം വരും. അത് മുകളിലൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഇതേപോലെ മാറ്റി വയ്ക്കാം. പിന്നെ അതുപോലെ എണ്ണയുടെ ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി ഇടുവാണെങ്കിൽ അത് ആദ്യം താഴേക്ക് മുങ്ങിക്കിടക്കും. പിന്നെ അത് മുകളിലേക്ക് പൊങ്ങി ഫ്ലോട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് എണ്ണയുടെ കറക്റ്റ് ടെമ്പറേച്ചർ. പിന്നെ ഗുലാബ് ജാമുൻ ഫ്രൈ ചെയ്യുമ്പം ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതായത് എണ്ണ നമ്മൾ നന്നായിട്ട് ചൂടാക്കിയ ശേഷം അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മൾക്ക് ഈ ബോൾസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതുപോലെ ഈ മാവ് നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. കാരണം അത് ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലുതാവും. എന്നിട്ട് അത് നമ്മളിതുപോലെ റോൾസ് ആക്കി എടുക്കുമ്പം നമുക്കത് പുറമേ അത് ക്രാക്സ് വീഴാതെ നമ്മൾ നന്നായിട്ട് റോൾ ചെയ്യണം. ആ റോൾ ചെയ്യാൻ നമ്മൾക്ക് കുറച്ച് കയ്യിൽ കുറച്ച് വെള്ളം ഒന്ന് നനച്ച് കൊടുത്ത ശേഷം നമ്മൾ പുറം ഭാഗം മാത്രം ഒന്ന് സ്മൂത്ത് ആക്കി കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഈ മാവ് മാത്രം എടുത്തിട്ട് നമ്മളിതുപോലെ ബോൾസ് ആക്കി എടുക്കുകയാണെങ്കിൽ അതിൽ എന്തായാലും ക്രാക്സ് ചെറുതായിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ക്രാക്കോട് കൂടി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഗുലാബ് ജാമുൻ എങ്ങനെയായാലും പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് കൈ ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ആദ്യം ബോൾസ് ഒന്ന് ആക്കി എടുക്കണം. എന്നിട്ടൊന്ന് കൈ നനച്ച ശേഷം ഇതുപോലെ മുകൾ ഭാഗം മാത്രം ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളെ ബോൾസൊക്കെ ആദ്യം നന്നായിട്ട് മുങ്ങിപ്പോയി എണ്ണയിൽ. എന്നിട്ട് അത് മുകളിലേക്ക് പൊങ്ങി വന്നു. അപ്പോൾ ഇതുപോലെ ഫ്ലോട്ട് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്, അല്ലെങ്കിൽ ഗുലാബ് ജാമുൻ്റെ അകത്ത് വേവില്ല. ഇനി നമുക്ക് ഈ ബോൾസ് ഡാർക്ക് ആൻഡ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ഡാർക്ക് ഗോൾഡൻ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ബോൾസിലെ എണ്ണ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രെയിൻ ചെയ്ത ശേഷം മാത്രമേ ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് ഡ്രെയിൻ ചെയ്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഗുലാബ് ജാമുൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഷുഗർ സിറപ്പ് അത്യാവശ്യത്തിന് ചൂട് വേണം. ഇപ്പോൾ ഇത് ചൂട് കുറഞ്ഞതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഫ്രൈ ഒക്കെ ചെയ്യാനുണ്ടാകുമ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. മാവ് എടുത്തിട്ട് ചെറിയ ചെറിയ പോർഷൻ ആക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ വെക്കും. എന്നിട്ട് കൈ നനച്ചിട്ട് പെട്ടെന്ന് ഇതുപോലെ എണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഇത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പോൾ മാവ് എടുത്തിട്ട് കൈ നനച്ച് ഓരോന്ന് ബോൾസ് ആക്കി എടുത്ത് വരുമ്പോഴേക്കും നമ്മൾ ആദ്യം ഇട്ട ബോൾസ് റെഡി ആവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ബോൾസ് ഇങ്ങനെ പൊങ്ങി കിടക്കുമായിരിക്കും ഈ ഷുഗർ സിറപ്പിലേക്ക്. പിന്നെ അത് താന്ന് വരും. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ഈ ബോൾസ് താന്ന് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടോട് കൂടിയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഇത് തയ്യാറാക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെർവ് ചെയ്യുക. ഒന്ന് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. ചൂടോട് കൂടി കഴിക്കുന്നതിലും വളരെ ടേസ്റ്റാണ്. തണുപ്പിച്ച് കഴിക്കുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെങ്കിൽ തണുപ്പിച്ച് കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തണുപ്പിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് കസ്റ്റർഡ് തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമുക്ക് കസ്റ്റർഡിൻ്റെ പേസ്റ്റ് ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ കസ്റ്റർഡ് പൗഡർ ഈ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊരു 3 ടീസ്പൂണോളം എടുക്കുന്നുണ്ട്.
അതൊരു ബൗളിലേക്ക് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. വെള്ളം ഒഴിച്ചിട്ട് അത് പേസ്റ്റാക്കി എടുക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് ഈ തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പേസ്റ്റ് പരുവാക്കി എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യും വേണം. ഇതിൽ കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കസ്റ്റർഡ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പാൽ അതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറവ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കസ്റ്റർഡ്, നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റർഡാണ്. അപ്പോൾ കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം മാത്രം കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം കസ്റ്റർഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ആഡ് ചെയ്ത് കൊടുത്ത പാടെ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും വേണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ടിയായി പോവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2 രീതിയിലുള്ള കസ്റ്റർഡ് തയ്യാറാക്കാം. നല്ല തിന്നായിട്ടുള്ള കസ്റ്റർഡും നല്ല തിക്കായിട്ടുള്ള കസ്റ്റർഡും. തിന്നായിട്ടുള്ള കസ്റ്റർഡാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ 3 ടീസ്പൂണിന് പകരം നിങ്ങൾക്ക് 1 ടീസ്പൂണൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല തിന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ കൂടുതൽ പാലിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും ഇത് നന്നായി തണുപ്പിച്ചാൽ നന്നായിട്ട് ഇത് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും തിക്കായിട്ട് വേണം നമ്മൾ പുഡിങ്ങിലേക്ക് റെഡിയാക്കാൻ. പിന്നെ കസ്റ്റർഡ് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റർഡ് തയ്യാറാക്കുന്നതിന് മുമ്പേ നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേ ഒക്കെ റെഡിയാക്കി വെക്കണം. ഇതിപ്പോൾ ചെറുതായിട്ട് കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് പുഡിങ്ങിൻ്റെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഒഴിക്കണം, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ കസ്റ്റർഡ് പെട്ടെന്ന് കട്ടിയാവും, പിന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗുലാബ് ജാമുൻ ഇതിന് മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് ഗുലാബ് ജാമുൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ. പിന്നെ കസ്റ്റർഡ് റെഡി ആവുന്നത് വരെ ഞാൻ ഗുലാബ് ജാമുൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് പെർഫെക്റ്റ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയും ഈ കസ്റ്റർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ കസ്റ്റർഡിൻ്റെ മുകളിലേക്ക് ഗുലാബ് ജാമുൻ ഓരോ ബോൾസ് ആക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഗുലാബ് ജാമുൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഇതുപോലെയും ചെയ്യാം. നിങ്ങളുടെ ഓരോരുത്തരനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയ പുഡിങ്ങിൻ്റെ ട്രേ ആണ് യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ലെയറേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോപ്ഡ് കാഷ്യൂസ് ആണ്. അതുപോലെ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കസ്റ്റർഡ് ഗുലാബ് ജാമുൻ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് സജഷൻസ് ഒക്കെ നിങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഇത് തണുപ്പിച്ചിട്ട് നിങ്ങൾ ഒരു 8 മണിക്കൂറെങ്കിലും തണുക്കാൻ വെക്കണം. എന്നാൽ നന്നായിട്ട് സെറ്റാവും. അല്ലെങ്കിൽ ചൂടോട് കൂടിയിട്ടും സെർവ് ചെയ്യാം. 8 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് സെറ്റായിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്